എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടി നാട്ടിലൊരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ വലിയ മെച്ചമൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അന്നൊക്കെ ആ ചെറിയ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കതൊന്നും വലിയ പ്രശ്നമായി തോന്നിയിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് അച്ഛന് ഹൈദരാബാദിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ജോലി ശരിയാകുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. നാട്ടിലെ ആ ചെറിയ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള വലിയൊരു നഗരത്തിലേക്ക് മാറാൻ പോകുന്നതിൻ്റെ സന്തോഷം അന്നൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലെ വീട് വിട്ട് ഹൈദരാബാദിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്തത് നഗരത്തിരക്കുകളിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഉൾഗ്രാമ പ്രദേശമായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ആളനക്കം തീരെ കുറഞ്ഞ, എവിടെയോ ചില വീടുകൾ മാത്രമുള്ള ഒരു വിജനമായ പ്രദേശം. പക്ഷേ അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് വളരെ വലിയൊരു വീടായിരുന്നു. നാട്ടിൽ ഇത്രയും കാലം ഒരു ചെറിയ കുടിസം മുറിയിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ആ വലിയ വീട് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. ഇത്രയും വലിയ വീടായിട്ടും അതിന് വളരെ ചെറിയൊരു വാടക മാത്രമേ അവർ ചോദിച്ചിരുന്നുള്ളൂ. അന്ന് ആ വാടക കുറവ് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമാണ് തോന്നിയത്. പക്ഷേ അതിനു പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ചുറ്റും വലിയ മതിലുകളുള്ള പഴക്കം ചെന്നതെങ്കിലും കാണാൻ നല്ല ഗാംഭീര്യമുള്ള ആ വലിയ വീട്ടിലേക്ക് ഞങ്ങൾ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് താമസം തുടങ്ങി. അന്നെനിക്ക് 14 വയസ്സും എൻ്റെ അനിയത്തിക്ക് 10 വയസ്സുമാണ് പ്രായം. നാട്ടിലെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ ഒരുപാട് മുറികൾ ഉള്ളതുകൊണ്ട് കിടപ്പ് മാറ്റാൻ അച്ഛനും അമ്മയും തീരുമാനിച്ചു. അനിയത്തിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ളത് കൊണ്ട് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ വലിയ മുറിയിലും ഞാൻ എനിക്കായി ഒരുക്കിയ വേറൊരു മുറിയിലുമാണ് കിടന്നിരുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. പുതിയ സ്കൂളും പുതിയ സ്ഥലവുമൊക്കെയായി ഞാൻ ആ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ വലിയ വീട്ടിലെ എൻ്റെ ഒറ്റയ്ക്കുള്ള കിടപ്പ് എനിക്ക് തുടക്കം മുതലേ ചെറിയൊരു പേടിയുണ്ടാക്കിയിരുന്നു. രാത്രിയാകുമ്പോൾ ആ വീടിനകത്ത് വല്ലാത്തൊരു നിശബ്ദതയാണ്. പുറത്ത് കാറ്റടിക്കുന്ന ശബ്ദവും ചിലപ്പോൾ ദൂരെ നിന്നും പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദവുമല്ലാതെ വേറൊന്നും കേൾക്കാനുണ്ടാകില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ താമസം തുടങ്ങി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. അന്ന് രാത്രി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ മുറിയിൽ വന്ന് കിടക്കുകയായിരുന്നു. നല്ല ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങുന്ന സമയത്ത് മുറിക്ക് പുറത്തു നിന്നും വല്ലാത്തൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. എൻ്റെ മുറിയുടെ വാതിലിന് പുറത്തുള്ള ആ നീളൻ ഇടനാഴിയിലൂടെ ആരോ കാല് നിലത്ത് ഇഴച്ചിഴച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. വളരെ പതുക്കെ എന്നാൽ വളരെ വ്യക്തമായി ആ ശബ്ദം ഞാൻ കേട്ടു. ഒരു നിമിഷം എൻ്റെ ശ്വാസം നിലച്ചുപോയി. ആ വലിയ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയും അപ്പുറത്തെ മുറിയിൽ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ആരാണ് ഈ പാതിരാത്രിയിൽ പുറത്ത് നടക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പുതപ്പ് തലവഴി മൂടി പേടിച്ച് ചുരുണ്ടുകൂടി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം അവിടെ നിന്നും മാറിപ്പോയി. എന്തെങ്കിലും ജീവികൾ വീടിനകത്ത് കയറിപ്പറ്റി സാധനങ്ങൾ കടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നതാകുമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ വെറുതെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ പേടിച്ച് ആ രാത്രി ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ കാര്യം ആരോടും പറയാൻ പോയില്ല. വെറുതെ എനിക്ക് തോന്നിയതാകുമെന്ന് കരുതി ഞാനത് മറക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് രാത്രിയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. എല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷം വീണ്ടും രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ ആ ശബ്ദം കേട്ടു. തലേ ദിവസം കേട്ട അതേ കാല് വലിച്ചഴയ്ക്കുന്ന ശബ്ദം. പക്ഷേ ഇത്തവണ ആ ശബ്ദം എൻ്റെ മുറിയുടെ വാതിലിന് പുറത്തല്ലായിരുന്നു. അത് പതിയെ പതിയെ എൻ്റെ മുറിക്കകത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. വാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ആ ശബ്ദം എൻ്റെ കട്ടിലിനടുത്തേക്ക് വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് കിടന്നു. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം എൻ്റെ കട്ടിലടിയിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയത്. ആരോ എൻ്റെ കട്ടിനടിയിൽ കടന്ന് അനങ്ങുന്നത് പോലെ, കാലിഴയ്ക്കുന്നത് പോലെ വളരെ വ്യക്തമായി ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എൻ്റെ സർവ്വശക്തിയുമെടുത്ത് ഞാൻ അലറി നിലവിളിച്ചു പോയി.
എൻ്റെ നിലവിളി കേട്ട് അപ്പുറത്തെ മുറിയിൽ നിന്നും അച്ഛനും അമ്മയും ലൈറ്റിട്ട് ഓടി വന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർ പരിഭ്രാന്തിയോടെ ചോദിച്ചപ്പോൾ കട്ടിലിനടിയിൽ ആരോ ഉണ്ടെന്നും കാല് വലിച്ചഴയ്ക്കുന്ന ശബ്ദം കേട്ടെന്നും ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛൻ കട്ടിലിനടിയിലും മുറി മുഴുവനും അരിച്ചുപെറുക്കി നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതോടെ അവരുടെ ഭാവം മാറി. പാതിരാത്രിയിൽ വെറുതെ ദുസ്വപ്നം കണ്ട് നിലവിളിച്ച് എല്ലാവരുടെയും ഉറക്കം കെടുത്തിയതിന് അച്ഛനും അമ്മയും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്ക് വെറുതെ തോന്നുന്നതാണെന്നും പറഞ്ഞ് എന്നെ അവർ തന്നെ ഒറ്റയ്ക്ക് കിടത്തി അവർ തിരിച്ചുപോയി. പക്ഷേ ഞാൻ കേട്ടത് ഒരു തോന്നലല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അന്നത്തെ ആ രാത്രി മുഴുവൻ ഞാൻ കണ്ണു ചെമ്മാതെ കട്ടിലിൻ്റെ ഒരു മൂലയ്ക്ക് ഭയന്ന് പറിച്ചിരിക്കുകയായിരുന്നു. കനത്ത ഇരുട്ടിൽ കട്ടിലിനടിയിൽ നിന്നും ആ ശബ്ദം വീണ്ടും വരുമോ എന്ന ഭയത്തിൽ എൻ്റെ രാത്രികൾ നരകതുല്യമായി മാറാൻ പോവുകയാണെന്ന് ഞാനപ്പോൾ അറിഞ്ഞിരുന്നില്ല. അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞ് പോയതിനു ശേഷമുള്ള ആ രാത്രി ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഓരോ ചെറിയ ശബ്ദവും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മുതൽ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ എനിക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങി. ആ സംഭവത്തിനു ശേഷം എൻ്റെ ജീവിതം വലിയൊരു ഇരുട്ടിലേക്ക് പോവുകയായിരുന്നു. കട്ടിലിനടിയിൽ നിന്നും കേട്ട ആ ശബ്ദം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നതിന് മുൻപ് തന്നെ എനിക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. കണ്ണുകൊണ്ടുള്ള കാഴ്ചകളായിരുന്നു പിന്നീട് എന്നെ കാത്തിരുന്നത്. പിറ്റേ ദിവസം മുതൽ പകൽ സമയങ്ങളിൽ പോലും ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എന്നെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം മുറിയിൽ നിന്നും ഹാളിലേക്ക് വരുന്ന ആ നീളൻ ഇടനാഴിയിൽ വെച്ച് ഞാൻ ആദ്യമായി ആ കാഴ്ച കണ്ടു. ഇടനാഴിയുടെ അറ്റത്തുള്ള ഒരു വാതിലിൻ്റെ പാതിമറവിൽ ഒരു രൂപം നിൽക്കുന്നു. നന്നായി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു ചെറിയ പയ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അതേ പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ. അവൻ്റെ വേഷം വളരെ വിചിത്രമായിരുന്നു. ആകെ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ്റെ മുഖം വല്ലാതെ വിളറിയിരുന്നു. കണ്ണുകളിൽ ഒരുതരം ശൂന്യതയായിരുന്നു. എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ആ വാതിലിൻ്റെ മറവിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. എൻ്റെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി മറിഞ്ഞു. ഞാൻ അലറിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി. നടന്ന കാര്യങ്ങൾ വിക്കി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊട്ടും വിശ്വാസം വന്നില്ല. ഈ വലിയ വീട്ടിൽ കിടക്കുന്നതിൻ്റെ പേടിയാണ് എനിക്കെന്നും ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ പറഞ്ഞ് പേടിപ്പിക്കരുതെന്നും പറഞ്ഞ് അമ്മ എന്നെ വീണ്ടും ശാസിച്ചു. അച്ഛൻ വന്നപ്പോൾ അമ്മ ഈ കാര്യം അച്ഛനോട് പറയുകയും അച്ഛൻ എന്നെ ഒരുപാട് ശകാരിക്കുകയും ചെയ്തു. എനിക്ക് മാനസികമായി എന്തോ പ്രശ്നമാണെന്നാണ് അവർ കരുതിയത്. എൻ്റെ സങ്കടങ്ങളോ പേടിയോ മനസ്സിലാക്കാൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ ആ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച പയ്യനെ ആ വീടിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചും ഞാൻ കാണാൻ തുടങ്ങി. ചിലപ്പോൾ കോണിപ്പടിയുടെ താഴെ, ചിലപ്പോൾ അടച്ചിട്ട ജനാലുകൾക്ക് പുറത്ത്. അങ്ങനെ അവൻ എന്നെ പിന്തുടർന്നതുപോലെ എനിക്ക് തോന്നി തുടങ്ങി. ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ നടന്നിരുന്നത് രാത്രികളിലാണ്. എല്ലാ രാത്രിയിലും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ എൻ്റെ മുറിയിൽ വരാൻ തുടങ്ങി. വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും അവൻ എങ്ങനെയാണ് അകത്തേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ അവൻ അനങ്ങാതെ എന്നെ തന്നെ നോക്കി നിൽക്കും. ആ സമയം എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുമായിരുന്നില്ല. നിലവിളിച്ചാൽ അച്ഛനും അമ്മയും വന്ന് വീണ്ടും എന്നെ വഴക്ക് പറയുമെന്ന പേടി കാരണം ഞാൻ ശബ്ദമുണ്ടാക്കാതെ എൻ്റെ കട്ടിലിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കും. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നെ വല്ലാതെ തളർത്തി. പേടിച്ച് വിറച്ച് ഒരുപോലെ കണ്ണടയ്ക്കാതെ നേരം വെളുക്കാൻ കാത്തിരിക്കുന്ന ആ രാത്രികൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു. അവൻ അടുത്തേക്ക് വരുമോ എന്ന ഭയം എന്നെ മാനസികമായി തളർത്തി കളഞ്ഞു. ആരോടും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എപ്പോഴും ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ഞാൻ ആരോടും സംസാരിക്കാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനായി മാറി. രാത്രികളിലെ ഈ ഭയവും ഉറക്കമില്ലായ്മയും എൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങി. ദിവസം ചെല്ലുന്തോറും എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിക്കാൻ തുടങ്ങി. എപ്പോഴും തളർച്ചയും തലവേദനയും എന്നെ അലട്ടി. കണ്ണിനടിയിൽ കറുപ്പ് വീണ് എൻ്റെ രൂപം തന്നെ വല്ലാതെ മാറി. ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് തോന്നിയിരുന്നില്ല. പല ദിവസങ്ങളിലും ശരീരത്തിന് തീരെ വയ്യാത്തത് കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞാൻ വല്ലാതെ വീക്കാകുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും വലിയ മാറ്റമൊന്നും തോന്നിയില്ല. എനിക്ക് ഹൈദരാബാദിലെ കാലാവസ്ഥയോടും പുതിയ സ്കൂളിനോടും പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നതെന്നാണ് അവർ വിശ്വസിച്ചത്. സ്കൂളിൽ പോകാതിരിക്കാൻ ഞാൻ വെറുതെ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് അവർ എന്നെ വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു.
എൻ്റെ ഉള്ളിലെ ഭയം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജീവിക്കുന്നതൊരു പ്രേതത്തിനൊപ്പമാണെന്നും ആ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച പയ്യൻ എൻ്റെ ജീവൻ തന്നെ എടുത്തേക്കുമെന്നും ഞാൻ ഭയന്നു. ആ വലിയ വീടിൻ്റെ ഓരോ മൂലയിലും മരണത്തിൻ്റെ ഗന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്നെ വിശ്വസിക്കാൻ ആരുമില്ലാത്ത ആ വീട്ടിൽ ഞാൻ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയ ദിവസങ്ങളായിരുന്നു അത്. ആ പയ്യന്റെ പേടിപ്പെടുത്തുന്ന നോട്ടം എൻ്റെ സിരകളിൽ രക്തം മരവിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അവസ്ഥ ഏറ്റവും മോശമായ രീതിയിൽ തുടരുന്ന സമയത്താണ് കാര്യങ്ങളെല്ലാം മാറിമറിയാൻ കാരണമായ ആ സംഭവം നടക്കുന്നത്. അന്നെനിക്ക് സ്കൂൾ അവധിയായിരുന്നു. അച്ഛനും എന്തോ അവധിയായതുകൊണ്ട് അന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പതിവ് പോലെ ഞാൻ യാതൊരു ഉന്മേഷവുമില്ലാതെ എൻ്റെ മുറിയിൽ തന്നെ വളരെ നിരാശനായി ഇരിക്കുകയായിരുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരിൽ നിന്നും ഞാൻ ഒരുപാട് അകന്നു പോയിരുന്നു. എനിക്കെന്തോ സ്വഭാവദൂഷ്യം വന്നുവെന്നും പ്രായത്തിൻ്റെ മാറ്റങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ആ ദിവസങ്ങളിൽ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്തിരുന്നു. അവരുടെ ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ മുറിയിൽ തന്നെ അടച്ചിരിക്കാൻ ശ്രമിച്ചു. ആ സമയം എൻ്റെ അനിയത്തി പുറത്ത് വലിയ ഹാളിലിരുന്ന് അവളുടെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുകയായിരുന്നു. അമ്മ അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്നു. അച്ഛൻ വേറൊരു മുറിയിലും. പെട്ടെന്ന് ഹാളിൽ നിന്നും അനിയത്തിയുടെ വലിയൊരു നിലവിളി കേട്ടു. അവൾ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ട അമ്മ അടുക്കളയിൽ നിന്നും അച്ഛൻ മുറിയിൽ നിന്നും വേഗത്തിൽ ഹാളിലേക്ക് ഓടി വന്നു. ഞാനും പേടിച്ച് എൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഹാളിൽ നിലത്ത് വീണ് കടന്ന് കരയുന്ന അനിയത്തിയെയാണ് ഞങ്ങൾ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന്, അവൾ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് അമ്മ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അപ്പോൾ കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. ആ ചേട്ടൻ വന്ന് അവളെ വളരെ ശക്തിയായി പിടിച്ച് താഴേക്ക് തള്ളിയിട്ടുവെന്നാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ അമ്മ എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ വന്ന് അവളെ പിടിച്ച് തള്ളിയതാണെന്നാണ് അമ്മ കരുതിയത്. എൻ്റെ മാറ്റങ്ങളും ദേഷ്യവും കാരണം ഞാൻ അനിയത്തിയെ ഉപദ്രവിച്ചതാണെന്ന് അമ്മ ഉറപ്പിച്ചു. അമ്മ എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോൾ അനിയത്തി കരച്ചിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, അവളെ തള്ളിയത് ഞാനല്ല എന്ന്. പിന്നെ ആരാണ് അവളെ ഉപദ്രവിച്ചതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേട്ട് വീടിനകത്ത് വല്ലാത്തൊരു നിശബ്ദത പരന്നു. വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞ മറ്റൊരു ചേട്ടനാണ് വന്ന് അവളെ പിടിച്ചു തള്ളിയതെന്നായിരുന്നു അവൾ പറഞ്ഞത്. ഇത് കേട്ടതും എൻ്റെ നെഞ്ചെടുപ്പ് കൂടി. ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സത്യം എൻ്റെ അനിയത്തിയും നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു. ആദ്യം അമ്മയ്ക്കിത് കേട്ടപ്പോൾ വിശ്വാസം വന്നില്ലെങ്കിലും അനിയത്തി വളരെ വിശദമായി ആ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് ഭയം നിറയുന്നത് ഞാൻ കണ്ടു. അനിയത്തി പറഞ്ഞ രൂപവും ഇത്രയും നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന രൂപവും ഒന്നു തന്നെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അത്രയും നാൾ എന്നെ കുറ്റപ്പെടുത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ആദ്യമായി പേടി നിഴലിച്ചു. അന്ന് വൈകുന്നേരം കാര്യങ്ങൾ വിശദമായി സംസാരിച്ചതിന് ശേഷം ഇനി മുതൽ എന്നെ ഒറ്റയ്ക്ക് കിടത്തേണ്ടതില്ല എന്ന് അച്ഛൻ തീരുമാനിച്ചു. അന്നു മുതൽ എന്നെയും അവരുടെ മുറിയിൽ കിടക്കാൻ അവർ സമ്മതിച്ചു. അതോടെ എനിക്ക് വലിയൊരു ആശ്വാസമായി. ഈ സംഭവത്തിന് ശേഷം വീട്ടിൽ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു. എന്നെക്കുറിച്ചും എൻ്റെ അവസ്ഥയെക്കുറിച്ചും ഓർത്തപ്പോൾ അച്ഛന് വല്ലാത്ത വിഷമം തോന്നി. ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നല്ലോ എന്ന കുറ്റബോധം അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ പേടിയും വിഷമവും മാറ്റാൻ വേണ്ടി പിറ്റേ ദിവസം അച്ഛൻ ഞങ്ങളെയും കൂട്ടി വീടിന് കുറച്ചു ദൂരെയുള്ള വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോയി. ആളുകൾ അധികമില്ലാത്ത പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ഒരു വലിയ മരച്ചുവട്ടിൽ ആരോ മരം മുറിച്ചിട്ടുണ്ടാക്കിയതുപോലെയുള്ള ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴിയെ പോയ പ്രായമായുള്ള ഒരു നാട്ടുകാരൻ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഞങ്ങൾ ആ വലിയ വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്നവരാണെന്നറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖം മാറി. ആ വീട്ടിൽ കുട്ടികളെ വളരെ സൂക്ഷിക്കണമെന്നും അത് കുട്ടികൾക്ക് താമസിക്കാൻ ഒട്ടും കൊള്ളാത്ത വീടാണെന്നും അയാൾ പറഞ്ഞു. മുൻപ് അവിടെ താമസിച്ചിരുന്ന പലർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവിടെ വെച്ച് പല പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ആ വീട് ആരും എടുക്കാത്തതെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു. ഇതുകൂടി കേട്ടതോടെ അച്ഛൻ്റെയും അമ്മയുടെയും ധൈര്യം പൂർണ്ണമായും ചോർന്നുപോയി. അവർ ശരിക്കും ഭയചകിതരായി. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അന്ന് രാത്രി എല്ലാവരും ഒരു മുറിയിലാണ് കിടന്നത്. പക്ഷേ ആ രാത്രി അച്ഛനും അമ്മയ്ക്കും ആ ഭയാനകമായ സത്യം നേരിട്ട് ബോധ്യമായി. പാതിരാത്രിയിൽ അവർ രണ്ടുപേരും ആ കീറിപ്പറഞ്ഞ പയ്യന്റെ രൂപം നേരിട്ട് കണ്ടു.
ഇരുട്ടിൽ അവർക്ക് നേരെ തുറിച്ചു നോക്കി നിൽക്കുന്ന ആ രൂപം കണ്ടതോടെ അവരുടെ സമനില തെറ്റുന്ന അവസ്ഥയിലായി. ഒരു നിമിഷം പോലും ഇനി ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായി. പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടി തൊട്ടടുത്തുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രധാന പൂജാരിയെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൂജാരി വളരെ ഗൗരവത്തിൽ പറഞ്ഞത് ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേറെ യാതൊരു പ്രതിവിധിയില്ല എന്നും അവിടെ നിന്നും എത്രയും പെട്ടെന്ന് താമസം മാറുന്നത് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴിയെന്നുമാണ്. അത് കേട്ടതും ഒരു നിമിഷം പോലും വൈകിയില്ല. അന്ന് തന്നെ അത്യാവശ്യം സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി ഞങ്ങൾ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറി. ആ നരകത്തിൽ നിന്നുള്ള വലിയൊരു മോചനമായിരുന്നു അത്. അതിനുശേഷം 2-3 ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ അവിടെ വേറൊരു നല്ല വാടക വീട് കണ്ടെത്തുകയും ഞങ്ങൾ അവിടേക്ക് താമസം മാറുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു പ്രേതാനുഭവമോ ഭയമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നും ആ പഴയ വീടിനെക്കുറിച്ചും ആ കീറിപ്പറഞ്ഞ രൂപത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു ഭയം കടന്നു പോകും. വർഷം 1993. അന്നെനിക്ക് 22 വയസ്സാണ് പ്രായം. ഞങ്ങൾ ആ സമയത്ത് തമിഴ്നാട്ടിലായിരുന്നു. അച്ഛൻ അവിടെ ചെറിയൊരു കൃഷിത്തോട്ടമുണ്ടായിരുന്നു. പകൽ മുഴുവൻ പണിയെടുക്കുന്നതിന് പുറമെ രാത്രികാലങ്ങളിൽ ആ തോട്ടത്തിൽ കാവലിരിക്കുക എന്നത് ഞങ്ങളുടെ ഒരു പതിവായിരുന്നു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അച്ഛൻ, അതുമല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ. ഇവരിൽ ആരെങ്കിലും ഒരാൾ എല്ലാ രാത്രികളിലും തോട്ടത്തിൽ കാവലിനായി പോകുമായിരുന്നു. മൃഗങ്ങളുടെയും കള്ളന്മാരുടെയും ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാവലിരുന്നില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കേരളത്തിൽ നിന്നും എൻ്റെ ഒരു കസിൻ തമിഴ്നാട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിനായി വരുന്നത്. അവൻ വന്ന സമയത്ത് അവൻ ഞങ്ങളുടെ കൃഷിയും തോട്ടവും ഒക്കെ കാണാൻ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കാവലിന് പോകാനുള്ള ഊഴം എനിക്കെത്തി. അവൻ വന്നതുകൊണ്ട് എനിക്ക് തനിച്ചു പോകേണ്ടി വന്നില്ല. അവനും വലിയ ആവേശത്തോടെ എൻ്റെ കൂടെ തോട്ടത്തിലേക്ക് കാവലിനായി പോന്നു. ഞങ്ങളുടെ തോട്ടത്തിൽ കാവലിരിക്കുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഓലമേഞ്ഞ ചെറിയൊരു ഷെഡുണ്ടായിരുന്നു. ഞാനും അവനും കൂടി രാത്രി ആ ഷെഡിൽ പോയി ഇരിപ്പായി. ചുറ്റും കൂരിരുട്ടാണ്. ഇടയ്ക്ക് ചീവീടുകളുടെ ശബ്ദവും കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ഉലയുന്ന ശബ്ദവും മാത്രം. അങ്ങനെ തോട്ടത്തിലെ ഷെഡിലിരുന്ന് ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു. സമയം ഏകദേശം രാത്രി 12 മണിയോടടുത്തപ്പോൾ എങ്ങനെയോ ഞങ്ങളുടെ സംസാര വിഷയം മാറി മാറി പ്രേതങ്ങളുടെയും ആത്മാക്കളുടെയും ഒക്കെ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് പ്രേതം, പിശാച് എന്നീ വക കാര്യങ്ങളിൽ ഒട്ടും തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ അങ്ങനെയായിരുന്നില്ല. സംസാരത്തിനിടയിൽ അവൻ അവരുടെ നാട്ടിൽ വെച്ച് അവനുണ്ടായൊരു ഭയാനകമായ പ്രേതാനുഭവം എന്നോട് വിവരിക്കാൻ തുടങ്ങി. അവൻ്റെ കഥ ഇങ്ങനെയായിരുന്നു. അവൻ പഠിക്കുന്ന കോളേജിൽ എന്തോ വലിയൊരു ഫംഗ്ഷൻ നടന്ന ഒരു ദിവസമായിരുന്നു അന്ന്. പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ അവൻ ഒരുപാട് വൈകി. അങ്ങനെ രാത്രി ഏകദേശം 8 മണിയോട് കൂടിയാണ് അവനവൻ്റെ വീടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നത്. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ സാധാരണ പോകാറുള്ള പ്രധാന റോഡ് വഴി പോകാതെ എളുപ്പത്തിൽ വീട്ടിലെത്താൻ വേണ്ടി ഒരു വലിയ തെങ്ങിൻ തോപ്പിന് നടുവിലൂടെയുള്ള ഒരു കുറുക്കു വഴിയിലൂടെയാണ് അവൻ നടക്കാൻ തീരുമാനിച്ചത്. ആ തെങ്ങിൻ തോപ്പിലൂടെ നടക്കുമ്പോൾ ചുറ്റും നല്ല ഇരുട്ടായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ പിന്നിലൂടെ ആരോ നടന്നു വരുന്നത് പോലെ അവന് തോന്നി. ആരുടെയോ കാലിച്ച് കേൾക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ നിന്നു, തിരികെ നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരെയും അവന് കാണാൻ കഴിഞ്ഞില്ല. അവൻ്റെ തോന്നലാകുമെന്ന് കരുതി അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് നടന്നതും അവൻ്റെ നെഞ്ചെടുപ്പ് നിന്നുപോയി. ഇരുട്ടിൽ ഒരു കരിമ്പടം പതിച്ച രൂപം അവൻ്റെ നേരെ മുന്നിലായി നിൽക്കുന്നത് അവൻ കണ്ടു. ആ രൂപത്തിൻ്റെ മുഖം അവന് വ്യക്തമായിരുന്നില്ല. ആ കാഴ്ച കണ്ടതും അവൻ വല്ലാതെ പേടിച്ചു പോയി. പെട്ടെന്ന് പേടിച്ചരണ്ട് അവൻ പിന്നോട്ടേക്ക് മാറിയതും കാല് തന്നെ അവൻ നിലത്തേക്ക് വീണു. നിലത്ത് വീണ അവൻ ഭയത്തോടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കരിമ്പടം പതിച്ച രൂപത്തിനെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. അത് പെട്ടെന്ന് മാഞ്ഞു പോയതുപോലെ അവന് തോന്നി. അവൻ ധൈര്യം സംഭരിച്ച് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു തെങ്ങിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ആ കരിമ്പടം പതിച്ച രൂപം അവനെ തന്നെ രൂക്ഷമായി നോക്കുന്നത് അവൻ വീണ്ടും കണ്ടു. ഇത്തവണ അവൻ അവിടെ നിൽക്കാൻ നിന്നില്ല. ജീവനും കൊണ്ട് അവൻ മുന്നോട്ടേക്ക് തന്നെ ഓടാൻ തുടങ്ങി. എന്നാൽ ആ രൂപം അവനെ പിന്തുടർന്ന് ഓടി വരികയായിരുന്നു. അവൻ പേടിച്ചു വിറച്ച് ഓടുന്നതിനിടയിൽ പലതവണ തെങ്ങിലൊക്കെ ഇടിച്ച് നിലത്ത് വീഴുകയും എഴുന്നേറ്റ് വീണ്ടും ഓടുകയും ചെയ്തു. അങ്ങനെ ഒരു തവണ ഇടിച്ചു വീഴുന്ന സമയത്ത് ആ കരിമ്പടം പുതച്ച രൂപം അവൻ്റെ മുകളിലൂടെ,
അതായത് നിലത്ത് കിടക്കുന്ന അവൻ്റെ പുറത്തുകൂടി ചവിട്ടിക്കൊണ്ട് അവനെ ക്രോസ് ചെയ്ത് അതിവേഗത്തിൽ ഓടിപ്പോകുന്നത് അവനറിഞ്ഞു. ആ സമയത്ത് അവന് ശ്വാസം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ എഴുന്നേറ്റ് അവൻ ആ തെങ്ങിൻ തോപ്പിൽ നിന്നും പുറത്തേക്ക് ഓടി തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറി. അവിടുത്തെ കതകുകൾ ഉച്ചത്തിൽ തട്ടി വിളിച്ച് അവിടുത്തെ ആൾക്കാരെ ഉണർത്തി. അവർ കതക് തുറന്ന് നോക്കുമ്പോൾ ഇവനാകെ തളർന്നു വിറച്ച് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. അവർ കാര്യം ചോദിച്ചപ്പോൾ അവൻ നടന്ന സംഭവങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടുത്തെ ഒരു പ്രായമായ മുത്തശ്ശി അവനോട് പറഞ്ഞത് ആ തെങ്ങിൻതോപ്പിലൊരു ദുരാത്മാവുണ്ടെന്നും ആ ആത്മാവാണ് അവനെ പിന്തുടർന്ന് ആക്രമിച്ചതെന്നുമാണ്. എന്നാൽ അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ പറഞ്ഞത് അത് പ്രേതമൊന്നും ആയിരിക്കില്ല എന്നും രാത്രി ആ വഴി വന്ന ഏതെങ്കിലും കള്ളന്മാരോ മറ്റോ അവനെ ഭയപ്പെടുത്തി ഉപദ്രവിച്ചതായിരിക്കുമെന്നുമാണ്. പക്ഷേ എൻ്റെ കസിൻ അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഒരു സാധാരണ മനുഷ്യനായ കള്ളന് അത്രയും വേഗത്തിൽ ഓടാനും ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ നിന്നും മറിഞ്ഞു പോകാനും അവൻ്റെ പുറത്തുകൂടി ചവിട്ടി പറക്കുന്നത് പോലെ ഓടിപ്പോകാനും കഴിയില്ല എന്ന കാര്യത്തിൽ അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനന്ന് കണ്ടത് ഒരു പ്രേതത്തെ തന്നെയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവൻ ഈ സംഭവം വളരെ സീരിയസ് ആയി എന്നോട് പറയുമ്പോൾ ഞാൻ അവനെ നോക്കി കളിയാക്കി ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. ഈ കാലത്തും പ്രേതത്തിൽ വിശ്വാസമുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവനെ ഒരുപാട് കളിയാക്കി. പക്ഷേ അവൻ്റെ മുഖത്ത് അപ്പോഴും ആ പഴയ പേടിയുടെ ഒരു നിഴലുണ്ടായിരുന്നു. എൻ്റെ ചിരിയും കളിയാക്കലും കേട്ടിട്ടും അവനപ്പോൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് എൻ്റെ ധൈര്യമൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവനോട് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ ഈ തോട്ടത്തിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പറമ്പുണ്ട്. ആ പറമ്പിപ്പോൾ കാട് കയറി ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടക്കുകയാണ്. അതിനൊരു കാരണവുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ആ പറമ്പിലെ ഉടമസ്ഥനും അയാളുടെ ഭാര്യയും അവരുടെ മകളും കൂടി ആ പറമ്പിൻ്റെ നടുക്കുള്ള വലിയൊരു മരത്തിൽ തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ഒരു കൂട്ട ആത്മഹത്യയ്ക്ക് ശേഷം ആ പറമ്പിലേക്ക് ആരും പോകാറില്ല. അത് വലിയ മരങ്ങളും വള്ളിച്ചെടികളും ഒക്കെ വളർന്ന് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ അവിടെ നിന്നും പല ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്നും അവിടെ വലിയൊരു പ്രേതബാധയുണ്ടെന്നുമൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ സ്ഥിരമായി പറയാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് വളരെ കൂളായി പറഞ്ഞു. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തൊരു വെല്ലുവിളി പോലെ ചോദിച്ചു, ഞാൻ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്ത വലിയ ധൈര്യശാലിയല്ലേ? എങ്കിൽ എനിക്ക് ആ കാട് പിടിച്ച പറമ്പിൽ ഈ രാത്രി ഒന്ന് പോയി കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന്. സത്യത്തിൽ അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല. പക്ഷേ അവൻ്റെ മുന്നിൽ എൻ്റെ വില പോകാതിരിക്കാൻ വേണ്ടിയും ഞാനൊരു ഭീരുവല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയും ഞാൻ ഒട്ടും ആലോചിക്കാതെ ആ പറമ്പിൽ പോകാമെന്ന് അവൻ്റെ അടുത്ത് സമ്മതിച്ചു. എനിക്ക് അവിടെ പോകാനൊരു പേടിയുമില്ലെന്ന് ഞാൻ അവനെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ആ രാത്രി തന്നെ ആ ഷെഡിൽ നിന്നും ഇറങ്ങി പ്രേതബാധയുണ്ടെന്ന് നാട്ടുകാർ പറയപ്പെടുന്ന ആ പറമ്പ് ലക്ഷ്യമാക്കി നടന്നു. ചുറ്റും ഭയങ്കര നിശബ്ദതയായിരുന്നു. ദൂരേക്ക് നടക്കും തോറും ഇരുട്ടിൻ്റെ കട്ടി കൂടി വരുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ നടന്ന് ഞങ്ങൾ 2 പേരും കൂടി ആ പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന ആ പറമ്പിൻ്റെ അരികിലെത്തി. ആ പറമ്പിൻ്റെ അതിർത്തിയിൽ ആരും കയറാതിരിക്കാൻ വേണ്ടി പഴയൊരു കമ്പിവേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എൻ്റെ കസിൻ ആ കമ്പുവേലിയുടെ കുറച്ച് അപ്പുറത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാറി നിന്നു. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കമ്പിവേലി ചാടിക്കടക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ധൈര്യശാലിയെ പോലെ അഭിനയിച്ച് കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ടോർച്ച് ഓൺ ചെയ്ത് ഞാൻ ആ പറമ്പിലേക്ക് കടന്നു. പണ്ടത്തെ കാലത്തെ മഞ്ഞ വെളിച്ചം തരുന്ന ഒരു ചെറിയ ടോർച്ചായിരുന്നു അത്. ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ പറമ്പിലേക്ക് കയറിപ്പോയി. പറമ്പ് മുഴുവൻ ആകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. വലിയ മരങ്ങളും തൊട്ടാൽ മുറിയുന്ന തരം വള്ളിച്ചെടികളും മുൾച്ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ആ കാട് പിടിച്ച വഴികളിലൂടെയൊക്കെ ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. വഴിയിൽ കിടക്കുന്ന കരിയിലകളിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആ രാത്രിയിൽ വല്ലാതെ ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ കാട്ടുചെടികളുടെ ചെറിയ മുള്ളുകളൊക്കെ എൻ്റെ കാലിൽ കൊള്ളുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം ഉള്ളിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു. അവിടെ കുറച്ചകലെയായി ഒരു പ്രായമായ മനുഷ്യൻ, ഒരു വൃദ്ധൻ നിൽക്കുന്നു. അയാൾ അനങ്ങാതെ നിന്ന് എന്നെ തന്നെ വല്ലാതെ രൂക്ഷമായി നോക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് എന്നോടെന്തോ വലിയ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നി.
ഈ പാതിരാത്രിയിൽ ഈ കാട്ടിനുള്ളിൽ ഇയാളെന്താ ചെയ്യുന്നതെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾ എന്നെ തോട്ടത്തിൽ കയറിയ ഏതെങ്കിലും കള്ളനാണെന്ന് കരുതി ഉപദ്രവിക്കാൻ വരുമോ എന്ന് ഞാൻ ഭയന്നു. ആ ഭയം കാരണം ഞാൻ വന്ന വഴിയിലൂടെ തന്നെ അവിടെ നിന്നും തിരിഞ്ഞോടാൻ ശ്രമിച്ചു. വേഗത്തിൽ കമ്പിവേലി ചാടി പുറത്തേക്കിറങ്ങാമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പരമാവധി വേഗത്തിൽ ഓടി. പക്ഷേ കുറച്ചു ദൂരം ഓടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വന്ന വഴിയിലൂടെയല്ല ഓടുന്നതെന്ന്. പുറത്തേക്കെത്തുന്നതിന് പകരം ഞാൻ എത്തിപ്പെട്ടത് ആ വലിയ പറമ്പിൻ്റെ ഒത്ത നടുക്കായിരുന്നു. ചുറ്റും വലിയ മരങ്ങൾ മാത്രം. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ വീണ്ടും ടോർച്ചടിച്ച് ചുറ്റും നോക്കി. അപ്പോൾ ആ പറമ്പിൻ്റെ നടുക്ക് നിൽക്കുന്ന ഏറ്റവും വലിയൊരു മരത്തിൻ്റെ മുകളിലേക്ക് എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം ചെന്ന് പതിച്ചു. അവിടെ ഞാൻ കണ്ട കാഴ്ച എൻ്റെ സമനില തെറ്റിക്കുന്നതായിരുന്നു. അല്പനേരം മുൻപ് നിലത്ത് എൻ്റെ കൺമുന്നിൽ എന്നെ രൂക്ഷമായി നോക്കി നിന്നിരുന്ന അതേ മനുഷ്യൻ, അതേ വൃദ്ധൻ, ആ വലിയ മരത്തിൻ്റെ കൊമ്പിൽ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി മരിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ ശരീരം കാറ്റിൽ ചെറുതായി ആടുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും എൻ്റെ സകല നിയന്ത്രണവും ധൈര്യവും നഷ്ടപ്പെട്ടു. ഞാനാകെ വിറച്ചുപോയി. അറിയാതെ എൻ്റെ വായിൽ നിന്നും ഉച്ചത്തിലൊരു അലർച്ച പുറത്തു വന്നു. ഞാൻ അവിടെ കടന്ന് അലറി വിളിച്ചു. ആ മരത്തിൻ്റെ അടുത്ത് നിന്നും എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദിശയറിയാതെ എങ്ങോട്ടെന്നില്ലാതെ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ ആകെ വിറച്ചിരുന്ന എൻ്റെ കയ്യിൽ നിന്നും ആ ടോർച്ച് എങ്ങോട്ടോ തെറിച്ച് താഴെ പോയി. ചുറ്റും കൂരിരുട്ട് മാത്രമായി. എനിക്കൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മരങ്ങളിലും വള്ളികളിലുമൊക്കെ തട്ടിത്തടഞ്ഞാണ് ഞാൻ ഓടിയത്. കാലിലും ദേഹത്തുമൊക്കെ മുള്ളുകൾ കൊണ്ട് ചോര വരുന്നുണ്ടായിരുന്നു. എങ്കിലും നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുട്ടിലൂടെ ഓടിത്തളർന്ന് ഒടുവിൽ പുറത്തെത്തി കാണുമെന്ന് കരുതി നേരെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ആ വലിയ മരത്തിൻ്റെ താഴെ തന്നെയാണ് തിരികെ എത്തി നിൽക്കുന്നത്. എന്നെ ആരോ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇത്തവണ ആ മരത്തിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു ഭയാനകമായ പ്രത്യേകതയുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു മൃതദേഹമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് 2 മൃതദേഹങ്ങൾ അതിൽ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് നേരത്തെ കണ്ട ആ വൃദ്ധനും ഒരു സ്ത്രീയുമായിരുന്നു. അതൊരു പക്ഷേ തൂങ്ങി മരിച്ച അയാളുടെ ഭാര്യയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. 2 പേരുടെയും കണ്ണുകൾ തുറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതോടെ എൻ്റെ ബോധം പോകുന്ന അവസ്ഥയിലായി. ഞാൻ സർവ്വശക്തിയുമെടുത്ത് അവിടെ നിന്നും വീണ്ടും ജീവനും കൊണ്ട് ഓടി. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. മുള്ളുകൾക്കിടയിലൂടെയും കുഴികളിലൂടെയും ഞാൻ വീണ്ടും വീണ്ടും ഓടി. അങ്ങനെ ഓടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ ഒരു പെൺകുട്ടി വന്ന് നിന്നു. ഇരുട്ടിലും അവളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവൾ എന്നെ നോക്കി വല്ലാതെ ക്രൂരമായി പേടിപ്പെടുത്തുന്ന രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ ചിരി എൻ്റെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് നാട്ടുകാർ പറഞ്ഞ ആ കഥയിലെ സത്യം പൂർണ്ണമായും മനസ്സിലായത്. ആ പറമ്പിൽ പ്രേതബാധയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നതിൽ ഒരു തരി പോലും കള്ളമില്ലായിരുന്നു. ആ പറമ്പിൽ തൂങ്ങി മരിച്ച ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെയും അയാളുടെ ഭാര്യയുടെയും ആ മകളുടെയും പ്രേതങ്ങൾ ഇപ്പോഴും ആ കാട് പിടിച്ച പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഓരോ രൂപങ്ങളായി വന്ന് എന്നെ ഭയപ്പെടുത്തുന്നത്. ആ പെൺകുട്ടിയുടെ ക്രൂരമായ ചിരി കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും അവളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുട്ടിലേക്ക് തന്നെ ഓടാൻ തുടങ്ങി. പക്ഷേ ആ പറമ്പെന്നെ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പതുക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ആ പറമ്പിൽ ശരിക്കും പ്രേതങ്ങളുണ്ടെന്ന ആ വലിയ സത്യം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം അന്ന് രാത്രി ആ പറമ്പിൽ എനിക്ക് നേരിടേണ്ടി വന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഭയാനകമായ അനുഭവങ്ങളാണ്. ആ പെൺകുട്ടിയിൽ നിന്നും ഓടിയകന്നതിന് ശേഷം ഞാൻ ആ പറമ്പിനുള്ളിൽ തന്നെ വട്ടം ചുറ്റുകയായിരുന്നു. എങ്ങോട്ടോടിയാലും ഞാൻ വീണ്ടും വീണ്ടും ആ കാട്ടിനുള്ളിൽ തന്നെ എത്തിപ്പെടുന്നത് പോലെ തോന്നി. ആ രാത്രിയിൽ അവിടെ വെച്ച് ഞാൻ വിചിത്രമായ പല രൂപങ്ങളും കണ്ടു. ഇരുട്ടിലൂടെ ചില രൂപങ്ങൾ എന്നെ കടന്നു പോകുന്നതും ചില കറുത്ത നിഴലുകൾ മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ഞാൻ കണ്ടു. പലതരം അസ്വാഭാവികമായ ശബ്ദങ്ങളും എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ആരോ ഉച്ചത്തിൽ കരയുന്നത് പോലെ, മറ്റു ചിലപ്പോൾ ആരോ കൂട്ടം ചേർന്ന് ഭയാനകമായി ചിരിക്കുന്നത് പോലെ. ചില സമയത്ത് എൻ്റെ തൊട്ടുപിന്നിലൂടെ ആരോ നടക്കുന്നതിൻ്റെ കാലൊച്ചകൾ എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഞാൻ തിരികെ നോക്കുമ്പോൾ ആരും ഉണ്ടാകില്ല. ചില രൂപങ്ങൾ എന്നെ പിന്തുടർന്നു വരികയും എന്നെ ആക്രമിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു. എനിക്ക് പലപ്പോഴും ശ്വാസം മുട്ടുന്നത് പോലെയും ആരോ എന്നെ പിടിച്ച് തള്ളുന്നത് പോലെയും തോന്നി.
ആ രാത്രി ഒരിക്കലും അവസാനിക്കില്ല എന്നും ഞാൻ ആ പറമ്പിൽ വെച്ച് തന്നെ മരിച്ചു പോകുമെന്നും ഞാൻ ഭയന്നു. ഓരോ നിമിഷവും എൻ്റെ പേടി കൂടിക്കൂടി വരികയായിരുന്നു. എന്നിട്ട് ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു കടക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആ പറമ്പിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. കാടും പടലും നിറഞ്ഞ ആ പറമ്പിലൂടെയുള്ള ഓട്ടത്തിൽ എൻ്റെ ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒടുവിൽ ഓടി ഓടി ഞാൻ പൂർണ്ണമായും തളർന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. എൻ്റെ ബോധം പതുക്കെ മറയുന്നത് പോലെ എനിക്ക് തോന്നി. എപ്പോഴും ഞാൻ വീണ്ടും കണ്ണു തുറന്നപ്പോൾ ആകാശത്ത് നേരിയ സൂര്യവെളിച്ചം കാണുന്നുണ്ടായിരുന്നു. രാവിലെയായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ നിലനിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ ആ പറമ്പിലാകെ ചെറുതായി വെളിച്ചം പരന്നിരുന്നു. വെളിച്ചം വന്നതോടെ ആ ഭയാനകമായ അന്തരീക്ഷം ഒന്നാകെ മാറിയിരുന്നു. രാത്രി ഞാൻ കണ്ട രൂപങ്ങളോ കേട്ട ശബ്ദങ്ങളോ ഒന്നും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. സമയം കളയാതെ ഞാൻ കിട്ടിയ സർവ്വശക്തിയും എടുത്ത് വേഗം തന്നെ ആ അതിർത്തിയിലുള്ള കമ്പിവേലി ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയ ഞാൻ ഉടൻ തന്നെ ആ കമ്പിവേലി ചാടിക്കടന്ന് ആ ശപിക്കപ്പെട്ട പറമ്പിന് പുറത്ത് കടന്നു. അവിടെ നിന്ന് ഞാൻ ഒട്ടും സമയം കളയാതെ നേരെ ഞങ്ങളുടെ പറമ്പിലേക്ക് ഓടി. എൻ്റെ മനസ്സിൽ അപ്പോഴും ആ രാത്രിയിലെ കാഴ്ചകൾ മാത്രമായിരുന്നു. ഞങ്ങളുടെ പറമ്പിലെത്തിയ സമയത്ത് ഞാനും എൻ്റെ കസിനും രാത്രി വന്നിരുന്ന ആ ഒരു ചെറിയ ഷെഡിലേക്ക് ഞാൻ നോക്കി. പക്ഷേ ആ ഷെഡ് ശൂന്യമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ കസിനെ പറ്റി ഞാൻ ഓർക്കുന്നത് തന്നെ. രാത്രി അവൻ വേലിക്ക് പുറത്ത് നിൽക്കുന്നത് കണ്ടതാണ്. പിന്നെ അവൻ എന്ത് പറ്റിയെന്ന് എനിക്കൊരു രൂപവുമില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു. തിരിച്ച് ഓടി അവൻ രാത്രിയിൽ നിന്നിരുന്ന ആ വേലിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെന്നു. അവിടെ വന്ന് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്നെ വീണ്ടും ഞെട്ടിച്ചു. അവൻ ആ പറമ്പിൻ്റെ അതിർത്തിയിൽ നിന്നും കുറച്ചപ്പുറത്ത് മാറി ചെറിയൊരു വഴിയുടെ സൈഡിലായി മണ്ണിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ഞാൻ വേഗം ഓടിച്ചെന്ന് അവനെ പിടിച്ചു കുലുക്കി. ഉച്ചത്തിൽ വിളിച്ചു. കുറച്ചു നേരം കുലുക്കി വിളിച്ചപ്പോൾ അവൻ പതിയെ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റു. അവൻ്റെ മുഖത്തും വലിയ ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് രാത്രി അവൻ എന്താണ് സംഭവിച്ചതെന്നും കാര്യമെന്താണെന്നും തിരക്കി. അപ്പോൾ അവൻ വിക്കി വിക്കി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവനോടെ കമ്പിവേലിക്ക് പുറത്ത് കുറച്ചു നേരം നിന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കാട് പിടിച്ച പറമ്പിനുള്ളിൽ നിന്നും എൻ്റെ ഭയാനകമായ അലർച്ച അവൻ കേട്ടു അത്രേ. എൻ്റെ അലർച്ച കേട്ട് അവൻ പേടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ പിന്നിൽ എന്തോ വലിയൊരു സാധനം വീഴുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവന് തൊട്ടു പിന്നിലായി ഒരു വികൃതമായ പെൺകുട്ടിയുടെ രൂപം നിൽക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖം കണ്ടതും അവൻ ഭയന്ന് ബോധം കെട്ട് അവിടെ വീണുപോയി. പിന്നെ അവനൊന്നും ഓർമ്മയില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ കാട്ടിനുള്ളിൽ കണ്ട അതേ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെയാണ് അവനെയും ഭയപ്പെടുത്തിയത്. ഇതൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തെങ്കിലും രാത്രി ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നില്ല. ശരീരത്തിലെ മുറിവുകൾ ഇടയ്ക്ക് രാത്രി തോട്ടത്തിൽ വെച്ച് വീണതാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കസിനും വീട്ടുകാരോട് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ആ വലിയ ഞെട്ടലിൽ നിന്നും മുക്തരായിരുന്നില്ല. ആ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം എൻ്റെ കസിൻ തിരികെ കേരളത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അവന് ആ നാട്ടിൽ ഇനി നിൽക്കാൻ പേടിയായിരുന്നു. അവനോടൊപ്പം പോരാൻ ഞാനും തീരുമാനിച്ചു. അങ്ങനെ ഞാനും അവൻ്റെ ഒപ്പം കേരളത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ കേരളത്തിൽ തന്നെ പല ജോലികളും ചെയ്ത് ജീവിച്ചു. പിന്നീട് ഇവിടെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ സെറ്റിൽഡായി. അന്ന് ആ രാത്രിയിലുണ്ടായ ആ ഭയാനകമായ സംഭവത്തിന് ശേഷം ഇന്നുവരെ ഞാൻ തമിഴ്നാട്ടിലെ ആ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇപ്പോഴും ആ കാട്ടുപറമ്പും അവിടുത്തെ ആ മരവും ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു ഭയം കടന്നു പോകാറുണ്ട്. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത യഥാർത്ഥ പ്രേതാനുഭവമായി എൻ്റെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു കിടക്കുന്നു.